ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കാനഡയിലേക്ക് പോകേണ്ട കാര്യം പറഞ്ഞിട്ട് ശ്രുതിയോട് പറയുകയാണ്, അതെ നീ എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛനോട് കുറച്ച് പണം ആവശ്യപ്പെടേ, ഒരു 14 ലക്ഷം രൂപ എനിക്ക് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, നീ അതെന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആകെ പൊട്ടിത്തെറിക്കുകയാണ്. എന്തായാലും ബ്യൂട്ടി പാർലർ ചെന്നിട്ടാണ് ശ്രുതി ആ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതെ എല്ലാം കൂടി എനിക്ക് ആകെ ഭ്രാന്ത് വന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എൻ്റെ എവിടുന്ന പൈസ നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ അച്ഛൻ കാനഡയിലെ ജയിലിലാണെന്നുള്ളത്, മലേഷ്യയിൽ ജയിലിലാണെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ എവിടെ നിന്നെടുത്ത് പൈസ തരാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആധാരത്തിന്റെ കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ആധാരം വെച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരാൻ പറയും. എന്തായാലും സച്ചിക്ക് കാറ് വാങ്ങിക്കൊടുത്തല്ലേ, എന്താ നിങ്ങൾ അവരുടെ മകൻ തന്നെയല്ലേ, അവർക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ ആ ഭൂമിയിലൊക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കെന്ന് പറയുമ്പോൾ അത് ശരിയാണ് ശ്രുതി പറഞ്ഞതെന്നും പറഞ്ഞ് ശ്രുതി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല സന്തോഷത്തിലാണ് ശ്രുതി. അപ്പൊ അവിടെ സച്ചിയും രേവതിയും ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ശ്രുതി വന്നിട്ട് പറയാണ്, അതില്ലേ അമ്മേ, അതിലച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ എന്താടാ എന്ന് ചോദിക്കുകയാണ്. അതെ എനിക്ക് എൻ്റെ ആ ജോലിയുടെ കാര്യമില്ല, ഇത് നീ ആ കാനഡയിലേക്ക് പോകുന്നതല്ലേ, അത് പോകാനായിട്ട് നിന്റെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി ആ സമയത്ത് ഒരു അഭിപ്രായം പറയുന്നുണ്ട്, അത് ശരിയാണ്, ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ, എന്തിനാ പുറത്തു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ജോലിയാ ചെയ്യേണ്ടത്, പൂക്കടയാണോ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താടാ പൂക്കടയ്ക്ക് കുഴപ്പം, അവളെ നിന്നെ പോലെ പാർക്കിലൊന്നും പോയിരിക്കുന്നവളല്ല, അവള് നല്ലോണം അധ്വാനിച്ച് പണിയെടുക്കുന്നവളാണ് എന്ന് രേവതിയെ പറ്റിയിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മാർഗം കണ്ടിട്ടുണ്ട് എന്ന് ശ്രുതി പറയാണ്. അപ്പൊ എന്ത് മാർഗമാണ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ പറയാണ്, അതെ ഈ വീടിന്റെ ആധാരം ഉണ്ടല്ലോ, ആ ആധാരം പണയപ്പെടുത്തിയിട്ട് എനിക്ക് കുറച്ചുകൂടി പൈസ വാങ്ങിത്തരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ആഹാ നല്ല മാർഗം, അവൻ പറഞ്ഞ മാർഗം കേട്ട് 50 ലക്ഷം അച്ഛൻ്റെ കൊണ്ടുപോയിട്ട് ഇതുവരെ ആ പൈസ കൊണ്ടുവന്നിട്ടില്ല, ഇപ്പൊ ഇതിന്റെ പൈസയും കൂടി, അപ്പൊ എത്ര ലക്ഷം രൂപയായി, അത് ശരി ഇവൻ നല്ല കളിയാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങ് തുടങ്ങി. അപ്പൊ ചന്ദ്രൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ അമ്മ എന്തായാലും എനിക്ക് എപ്പോഴും സപ്പോർട്ട് നിൽക്കുന്ന, എന്നെ എപ്പോഴും സ്നേഹിക്കുന്ന, എനിക്ക് മാത്രം വേണ്ടി സംസാരിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് അതൊന്ന് സമ്മതിപ്പിക്കും, നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചാൽ എനിക്ക് ആ പൈസ കിട്ടും എന്ന് പറയാണ്. അങ്ങനെ രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പൊട്ടിത്തെറിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, മാറി നിൽക്കടാ അവിടുന്ന്, നിനക്ക് ഇനി ആ ആധാരം കൂടി പണയം വെച്ചിട്ട് അതും നീ നഷ്ടപ്പെടുത്തണം അല്ലേ, അച്ഛൻ്റെ പൈസ കൊണ്ടുപോയത് അതൊരു ഭാഗത്താവ് പോയി. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ്, അവൻ എത്രയും വേഗം കുറേശ്ശെങ്കിൽ ആ പൈസ തിരിച്ചു തരാമെന്ന്, എന്നിട്ട് അവൻ ഇതുവരെ അത് തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയാണ്, നിനക്ക് ഞാൻ ആ ആധാരം വെച്ചിട്ട് ഒരു 10 പൈസ നിനക്ക് ഞാൻ തരില്ല, അത് വിചാരിച്ച ഒരാളും ഇരിക്കാൻ വേണ്ട, നീ അങ്ങനെ ഇപ്പൊ കാനഡയിലും പോകണ്ട, എങ്ങോട്ടും പോകണ്ട, നിനക്ക് ഒരുപാട് പഠിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നിനക്ക് ഇത്രയധികം പൈസ ചെലവാക്കി ഞങ്ങൾ പഠിപ്പിച്ചു, എന്നിട്ട് എന്താ കാര്യം ഉണ്ടായത്, ഒരു ജോലി നിനക്ക് എവിടെയും മര്യാദക്ക് ചെയ്യാൻ പറ്റുമോ, നിനക്ക് എവിടെയെങ്കിലും ഒന്ന് മര്യാദക്ക് ഒന്ന് ജോലി ചെയ്ത് നിനക്ക് ശീലമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയെ പട്ടിയാട്ടണ പോലെ ശരിക്കും ആട്ടുകയാണ് ചന്ദ്ര ചെയ്യുന്നത്. ചന്ദ്ര ഇതുവരെയും കാണാത്തൊരു ഭാവമാറ്റം ആ സമയത്ത് എല്ലാവരും കണ്ട് അന്തം വിട്ട് നിൽക്കാണ്. എന്തായാലും രവീന്ദ്രനും സച്ചിക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ സച്ചി ആ അമ്മയെ പ്രശംസിക്കുന്നുണ്ട്, അത് സൂപ്പറായി അമ്മേ എന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ രവീന്ദ്രനും പറയാണ്, അത് ശരിയാണ് ചന്ദ്ര ഈ എടുത്ത തീരുമാനം അത് നല്ലൊരു തീരുമാനം തന്നെയാണ്, ഇത് ആദ്യമേ ഇവനോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ, ഇവന്റെ ഓരോ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാതെ ഇവനെ എതിർത്ത് നിന്നിരുന്നെങ്കിൽ, ഇവനിപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലിയിൽ കയറി ഇപ്പോൾ നല്ലൊരു ശമ്പളമൊക്കെ വാങ്ങി നിന്നാണ്, ഇവന് ആരെങ്കിലും ഇതുപോലെ നീ തന്നെയാണ് ഇവനെ എല്ലാ കാര്യങ്ങളും വളം വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ശ്രുതി വരുമ്പോൾ ശ്രുതി എന്താ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അല്ല നമ്മുടെ സച്ചി പറയണം, അതെ ഇവനെ ഈ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവന് പൈസ കൊടുക്കണമെന്ന്, ഇവന് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, നീ അവളോട് പറയൊന്നും വേണ്ട, അവള് തന്നെയാണ് എന്നോട് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടത്, അച്ഛനോട് അമ്മയോടും ചോദിച്ചിട്ട് പൈസ വാങ്ങിക്കാൻ അവള് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രുതി പറയുമ്പോൾ ശ്രുതി ആകെ നിന്ന് വേർത്ത് പോവുകയാണ്. ശ്രുതി അല്ല ചന്ദ്രയുടെ കണ്ണിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവളിങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുകയാണ്.
അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഞാൻ അങ്ങനെ കരുതിക്കൂട്ടി പറഞ്ഞതൊന്നുമല്ല. എന്നോട് ശ്രുതി പൈസ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. തന്നെയല്ല, അച്ഛൻ മലേഷ്യയിൽ ജയിലിലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാർഗം പറഞ്ഞു കൊടുത്തുന്നേ ഉള്ളൂ, അല്ലാതെ ഞാനൊന്നല്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ ആധാരം പണയം വെക്കുകയില്ല, ഒരു 10 പൈസ ഞാൻ എടുക്കുകയില്ല, കടാക്കയില്ല. എന്നിട്ട് നീ ഇത് കൊണ്ടുപോയി പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങളൊക്കെ പിന്നെ എങ്ങോട്ടാണ് ഇറങ്ങേണ്ടത്, തെരുവിലേക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന വീടാണ്, അതിൻ്റെ ആധാരമാണ്, ഇതൊരാൾക്കും ഞാൻ തരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിയുടെയും സുധിയുടെയും മുഖത്ത് അട്ടിക്കിട്ടിയ പോലെ ആവുകയാണ്. നമ്മുടെ സച്ചിയുടെ രേവതിയുടെ മുന്നിൽ രണ്ടുപേരും തല കുമ്പിട്ട് തൻ്റെ ആഗ്രഹം നടക്കാതെ അവിടെ നാണം കെട്ടു പോകുകയും ചെയ്യുന്നൊരു ഭാഗം എന്തായാലും നമുക്ക് അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്